പരുത്തിക്കാടിന്റെ ഭീഷണി വകവച്ചില്ല. VM സുധീരൻ വീണ്ടും മേനോനെതിരെ വെടിപൊട്ടിച്ചു. എന്താണ് പരുത്തിക്കാടിന്റെ ഭീഷണി എന്ന് നിങ്ങൾ ആലോചിക്കും. ഇന്നലെ മേനോന്റെ തട്ടുപൊളിപ്പൻ നിയമസഭാ നാടകത്തിന് ശേഷം വൈകുന്നേരം റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് ചർച്ചയിൽ സ്മൃതി പരുത്തിക്കാട് ഒരു പടി കടന്നെറിഞ്ഞു. കാര്യം, നാളെ VM സുധീരൻ ഇപ്പോൾ അടിച്ചിരിക്കുന്ന പെരുന്നുണകൾക്കെതിരെ പുറത്തു വരരുത്, നമ്മൾ സേഫ് ആകണം. അതുകൊണ്ട് മേനോൻ ഒരു കവചം തീർക്കാൻ വേണ്ടി മുൻകൂട്ടി സുധീരനെതിരെ ഒരു ഭീഷണി. ഏത് ഉമ്മൻചാണ്ടി കാലത്തെ കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ, നിങ്ങളെ അതുപോലെ കോൺഗ്രസ്സുകാരെടുത്തിട്ട് അലക്കും, അതുകൊണ്ട് മിണ്ടാണ്ടിരുന്നോളാം എന്ന രീതിയിൽ, എന്ന ധ്വനിയിൽ അവർ ആ ചർച്ചയിൽ ആദർശധീരനായ ഒരു നേതാവിനെ നിശബ്ദനാക്കാൻ വേണ്ടി ഒരു പരിശ്രമം നടത്തി. VM സുധീരൻ എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവിനോട് എനിക്ക് പറയാനുള്ളത്, അങ്ങേക്ക് VD സതീശൻ എന്ന നേതാവുമായി നല്ല ആത്മബന്ധമുണ്ട്. അങ്ങ് തന്നെയാണ് VD സതീശൻ എന്ന പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിശ്ചയിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരാളായി മാറുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന അങ്ങയുടെ ആദർശ ധീരതയുമായി മുന്നോട്ട് പോകാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നേരിട്ട് അങ്ങേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നേരെ ഒരു മുഖ്യമന്ത്രിയെ, സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു വലിയ സംവിധാനത്തെ അധികാരമേറിയ ആദ്യ മാസം തന്നെ പ്രതിരോധത്തിലാക്കുന്നതോടെ അങ്ങ് മുമ്പ് ചെയ്ത പ്രവൃത്തികളും ചോദ്യം ചെയ്യപ്പെടും. നേരത്തെ VD സതീശൻ, നേരത്തെ ഉമ്മൻചാണ്ടിയുടെ കാലത്തും അങ്ങ് എടുത്ത നിലപാടുകൾ, അത് അങ്ങ് പ്രതിപക്ഷമായിട്ടാണ് പ്രവർത്തിച്ചതെന്നുള്ള വിമർശനം അങ്ങയ്ക്ക് നേരെയുണ്ട്. ഇത് നേരിട്ട് സംസാരിച്ച് അങ്ങയ്ക്ക് വ്യക്തത വരുത്താവുന്നതാണ്. ഇന്നിപ്പോൾ ബജറ്റ് മറുപടിയിൽ അദ്ദേഹം പറഞ്ഞ കാര്യത്തിലും വ്യക്തതയില്ലെങ്കിൽ അങ്ങ് നേരിട്ട് ആ വ്യക്തത തേടണമെന്നൊരു അഭ്യർത്ഥന കൂടി. പക്ഷേ ആ തന്ത്രം അങ്ങോട്ട് ഏറ്റില്ല. ഇന്നിപ്പോ VM സുധീരൻ വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു. കാര്യം, മദ്യനയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് ആത്മാർത്ഥമുള്ളതാണ്, അതിൽ വെള്ളം ചേർക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നലകളിൽ താൻ പറഞ്ഞ നിലപാടുകൾ, അത് മേനോനെ മുഖ്യമന്ത്രിയാക്കാൻ താൻ നടത്തിയ പരിശ്രമം പോലെ തന്നെ അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ വിയോജിപ്പുണ്ടെങ്കിൽ അതും കൃത്യമായിട്ട് പറയുന്ന സ്വഭാവക്കാരൻ തന്നെയാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഈ അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സ്മൃതി പരുത്തിക്കാട് ഒരു പടി മുന്നേ എറിഞ്ഞത്. അതായത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ നിങ്ങൾ മേനോനെ വിളിച്ചു പറയൂ. എന്തിനാണ് പരസ്യമായി പറയുന്നത്? ബെക്കാഡി കമ്പനിക്ക് വേണ്ടിയുള്ള ഫയൽ തലയിൽ മുണ്ടിട്ട് പോയി ഒപ്പിട്ട് നികുതി കുറച്ച് കൊടുത്തതിന് ശേഷം അതിനെക്കുറിച്ച് കോൺഗ്രസിനകത്തുനിന്ന് ശബ്ദം ഉയരാതിരിക്കാൻ ചാനലുകൾക്കകത്തിരുന്ന് അവതാരക വേഷത്തിലിരിക്കുന്ന മഹിളാ കോൺഗ്രസുകാരി എടുത്ത നിലപാടിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് സുധീരൻ ഇന്നിപ്പോ സഭയിലെ സതീശ മേനോന്റെ നാടകത്തിനെതിരെ വീണ്ടും വെടിപൊട്ടിച്ചത്. അപ്പൊ ഞാൻ തന്നെ കഴിഞ്ഞ 1-ാം തീയതി 1/6/2026 മദ്യനയം സംബന്ധിച്ച് ബന്ധപ്പെട്ട മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളുമായി ചർച്ച നടത്തണം, നല്ലൊരു ചർച്ച നടത്തി ആ വികാരമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മദ്യവ്യാപനം, അതിനെതിരെയുള്ള പ്രഖ്യാപിത നയം യാഥാർത്ഥ്യമാക്കണം എന്നെല്ലാം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു, മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. എക്സൈസ് മന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്തിയിരുന്നു, അത് സംബന്ധിച്ച് കത്ത് കൊടുത്തിരുന്നു. പക്ഷേ ബജറ്റ് തിരക്കാണ് എന്നുള്ള രീതിയിലായിരിക്കണം പിന്നെ അത് നീണ്ടുപോയത്. പക്ഷെ അത് നീണ്ടുപോയ സാഹചര്യത്തിൽ ഒരു കാരണവശാലും ബജറ്റ് പ്രപ്പോസൽ വയ്ക്കുമ്പോൾ ഈ മദ്യവ്യാപനത്തിന് അവസരമൊരുക്കുന്ന ഒരു തീരുമാനം പോലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഇത്രയേറെ വിവാദപരമായ തീരുമാനം എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ കേരളത്തിലെ സാമൂഹ്യ രംഗത്തുള്ള, രാഷ്ട്രീയ രംഗത്തുള്ള ചില ഒറ്റപ്പെട്ട ശക്തികളൊഴികെ ബാക്കി വ്യാപകമായി ഈ ബജറ്റ് പ്രപ്പോസലിനെതിരെ രംഗത്ത് വരികയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായൊരു തീരുമാനം ഈ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഏറ്റവും നന്നാകുമായിരുന്നു. മറിച്ച് ഇനിയും അത് സംബന്ധിച്ച് മറ്റു ചർച്ച വേണം, ചർച്ച തീർച്ചയായിട്ടും വേണം. UDP ചർച്ച വേണം, കോൺഗ്രസ് പാർട്ടിയിൽ ചർച്ച വേണം, ചർച്ച അനിവാര്യമാണ്. ആ പ്രോസസ്സെല്ലാം നേരത്തെ നടത്തുകയോ അല്ലെങ്കിൽ സന്ദർഭാനുസരണം അവസരം കിട്ടുമ്പോൾ നടത്തുകയോ ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുകയായിരുന്നു ഏറ്റവും നല്ലത്. നിർഭാഗ്യവശാൽ ഈ പ്രശ്നം സംബന്ധിച്ച് സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുള്ള സംശയങ്ങളും ആശങ്കകളും ഒക്കെ അതേപടി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ബജറ്റിന്റെ ഭാഗമായി അടുത്തതിനെ അവതരിപ്പിക്കുന്ന ഫിനാൻസ് ബില്ല്, ആ ഫിനാൻസ് ബില്ല് അവതരിക്കുന്ന വേളയിൽ തന്നെ ഈ പ്രപ്പോസൽ ഒഴിവാക്കിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളത്.
അതാണ് അതിൻ്റെ ഏറ്റവും നല്ല രീതി എന്നാണ് ഇത്. ഈ നാട് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. പഴുതടയ്ക്കുക എന്ന് പറയും. അതായത് സതീശൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എല്ലാം അടിമുടി ദുരൂഹമായിട്ടും അഴിമതിക്ക് വഴിയൊരുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തതിന് ശേഷം തന്റെ കൂലിപ്പട്ടാളങ്ങൾക്ക് ഓരോരോ നിർദ്ദേശം കൊടുക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ചാനൽ ഘടകം അവതാരകയായിട്ടുള്ള മഹിളാ കോൺഗ്രസുകാരിയുടെ ഉത്തരവാദിത്വം സുധീരൻ ചിലപ്പോൾ എനിക്കെതിരെ സംസാരിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് സുധീരനെ ഒന്ന് വിരട്ടിയരെ എന്ന് പരുത്തിക്കാടിന് മേനോൻ നിർദ്ദേശം കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പരുത്തിക്കാട് ആ തന്ത്രം ഇറക്കിയത്. പക്ഷേ സുധീരൻ എന്ന നേതാവ് എത്ര ഓണം കൂടുതൽ കണ്ടതാ. അദ്ദേഹം കൃത്യമായിട്ട് തന്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് UDF-ഉമായി ചർച്ച ചെയ്യാതെ മദ്യനയം പ്രഖ്യാപിച്ചത് തെറ്റ് എന്ന് ആവർത്തിച്ച് പറയുകയാണ്. ഇന്നലെ നടത്തിയിരിക്കുന്ന മണി ചെയിൻ നാവ് കൊണ്ടുള്ള ആ പൊലിപ്പീര് തന്ത്രം, അത് ചിന്താശേഷി ഉള്ളവർക്ക് കാര്യം പിടികിട്ടിയിട്ടുണ്ട്. അത് സുധീരൻ കൃത്യമായി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. ബുദ്ധിയില്ലാത്തവർ അയ്യോ കിടിലം പ്രസംഗം എന്നുള്ള രീതിയിൽ ആഘോഷിക്കുമ്പോൾ ഒരു കള്ളം കയ്യോടെ പിടിക്കപ്പെട്ട സന്ദർഭത്തിൽ ആ കട്ട മുതൽ തിരിച്ചു കൊടുക്കാൻ വേണ്ടി കട്ടവൻ ചെയ്യുന്ന ഒരു തന്ത്രമായിട്ട് മനസ്സിലാക്കാൻ അത്യാവശ്യം തലയ്ക്കകത്ത് ആളുതാമസം വേണം. ആ ആളുതാമസം ഇല്ലായ്മയെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടും കോൺഗ്രസിനകത്തുള്ള നേതാക്കന്മാരെ ആ നിലവാരത്തിൽപ്പെടുത്തിയുമാണ് സതീശൻ ഇങ്ങനെ ഒരു തന്ത്രം പയറ്റിയത്. പക്ഷേ സുധീരൻ കുറച്ചുകൂടി ചിന്താശേഷിയുള്ള വ്യക്തിയാണ്. കാര്യം പിടികിട്ടി. ഇമാതിരി ഉടായ്പ് കാണിക്കാൻ പാടില്ലായിരുന്നു എന്ന് ആവർത്തിച്ചു പറയുമ്പോൾ സതീശൻ വിവാദങ്ങളെ തണുപ്പിക്കാൻ വേണ്ടി നടത്തിയ നീക്കങ്ങൾ അപ്പാടെ പൊളിഞ്ഞു പാളീസ എന്ന് സുധീരന്റെ പ്രതികരണത്തോടുകൂടി തെളിയുകയാണ്.